വെൽക്കം ബാക്ക് ടു ഏഞ്ചൽ ഡ്രീംസ്. ഏഞ്ചൽ ഡ്രീംസിന്റെ പുതിയ വീഡിയോ എന്റെ എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം. ഞങ്ങൾ കാലത്ത് എഴുന്നേറ്റ് മുന്തിരിത്തോട്ടം കാണാൻ വേണ്ടി പോവാണ്. അപ്പൊ ഇവിടുന്ന് ഒരു കാട്, ഒരു ചുരം പോലെയുള്ള ഒരു ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തേനി അവിടേക്ക് പോവാണ്ടതാ കാണാൻ. ഇവിടുന്ന് തമിഴ്നാട് സ്റ്റാർട്ട് ചെയ്യണം. ഒരു കാടാണ്. അത് കഴിഞ്ഞിട്ട് മുന്തിരിത്തോട്ടം കാലത്തേ പോവാണേ. കമ്പം തേനി പോകുന്നത് തണുപ്പൊന്നുമില്ലൂടാ. നല്ല നടുക്കുള്ള ആ കണക്ഷൻ അങ്ങ് ഉപയോഗിക്കുന്നു. അപകടം. നോ പാർക്കിംഗ് വീടിന്റെ അത് ബാക്കിലോട്ട് നോക്കിയാകാം. കമ്പം തേനി എഴുതി വെച്ചേക്കില്ല. മണി ഇവരായതുകൊണ്ട് എനിക്ക് പേടിച്ച് ചാടില്ലാത്ത സാധനങ്ങളാണ്. ആ പൈപ്പിലാണ് വെള്ളം താഴെ കൊണ്ടുപോയിട്ട് അവിടെ ടർബൈൻ കറക്കി ഉണ്ടാക്കുന്നത്. നമ്മുടെ മൂന്നാറിൽ പോലെ ഇടുക്കിയിൽ പോലെ. വലിയ തുണയും മഴ അതെല്ലാം പള്ളി മീൻസ് കപ്പേള. അങ്ങനെ ഒരു കാട് കഴിഞ്ഞിട്ടാട്ടോ നമ്മൾ ആൾക്കാർ താമസിക്കുന്ന സ്ഥലത്തോട്ട് എത്തി. ഇവിടുന്ന് കുറച്ചും കൂടി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മുന്തിരിത്തോട്ടം ഉണ്ടെന്ന് പറഞ്ഞ് നോക്കിയാണ് പോണത്. എവിടെയാണ് കൃത്യമായിട്ട് അറിഞ്ഞുള്ളൂ. ഫസ്റ്റ് ടൈമാണ്. അപ്പം നോക്കി പോവാട്ടോ. തമിഴ്നാട്ടിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഈ നമ്മുടെ തെങ്ങും തോപ്പൊക്കെ കണ്ട് വാഴത്തോട്ടങ്ങൾ കണ്ട് പോകാൻ നല്ല രസമുണ്ടേ. എനിക്കിഷ്ടം അങ്ങനെ പോകാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടേ. തേനി ദിണ്ടികളുടെ 3 സ്ഥലങ്ങൾ. ആ വഴിക്കുള്ള അങ്ങോട്ടുള്ള വഴിയാട്ടോ ഇത്. അതിൻ്റെ തുടക്കത്തിലാണ് ഈ മുന്തിരിത്തോട്ടം എന്ന് പറഞ്ഞത്. എത്താറായിട്ട് ഏകദേശം. ഞങ്ങൾ കണ്ടെത്തി ജെനീസ് ഗ്രേപ്സ് എന്ന് ഒരു തോട്ടമാണ്. കാണാം. നീ പോവാണോ? ടാറ്റ ബൈ ബൈ. സീ ഇവയ്ക്ക് നല്ല തമിഴ്നാട് ലുക്ക് വന്നിട്ടുണ്ട്.
വെൽക്കം സ്യൂ എന്നല്ലേ എഴുതി വെച്ചേക്കുന്നേ. പോവാതിരിക്കുക എല്ലാ പണിയും നോക്കുന്നുണ്ട്. കാലത്ത് തന്നെ എഴുന്നേറ്റ് മുന്തിരിത്തോട്ടം കാണാൻ പോകാന്ന് പറഞ്ഞപ്പോ വലിയ താല്പര്യം ഉണ്ടായില്ലേ. മുന്തിരിത്തോട്ടത്തിൽ ഇപ്പൊ എന്നിട്ട് ഇത്ര അടുത്ത് കാണാനുള്ളത്. ഞാൻ ഫസ്റ്റ് ടൈം, എനിക്ക് ഭയങ്കര ആഗ്രഹം അവിടെ പോയി 2 ഫോട്ടോ ഒക്കെ എടുക്കണം, റീൽസ് എടുക്കണം അങ്ങനെയൊക്കെ. അതുകൊണ്ട് ഞാൻ പിടിച്ചു വലിച്ചു കൊണ്ടുവന്നത്. അതിന്റെ എല്ലാ ദേഷ്യവും ഉണ്ട്. പിള്ളേർക്കും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല, എന്നാലും ഞങ്ങൾ എത്തി. കാലത്ത് തന്നെ ആയതുകൊണ്ട് ഒരു ചെറിയ തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവിടെ പോയി നിൽക്കാൻ നല്ല രസം ഉണ്ടായിരുന്നു. വെയിലൊന്നും വലിയ കുഴപ്പമുണ്ടായില്ല. അത് ഉച്ച നേരത്തേക്കാണെങ്കിൽ എനിക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. പിന്നെ അവരോട് എഴുതി വെച്ചിട്ടുണ്ട്, ടച്ച് ചെയ്യരുത്, പറക്കരുത്, ജസ്റ്റ് ഫോട്ടോ എടുക്കുക മാത്രം പെർമിഷൻ ഉള്ളൂ, ഒന്നും തൊടാനൊന്നും പാടില്ല. ആദ്യം തീരെ ഇഷ്ടപ്പെട്ടില്ലേ. ആദ്യം സ്വിമ്മിംഗ് പൂളിൽ പോവാത്തത്. അതിലേക്ക് മേടിച്ചു കൊടുത്ത് തിന്നാത്തവരപ്പാ. ആകെ ഇത്രയും സ്ഥലത്ത് അവര് ഓപ്പൺ ആക്കി വെച്ചിട്ടുള്ളൂ അല്ലേ. ഈവന്റെ അന്തിച്ചോണം നിക്കണേ. ഫോട്ടോ എടുക്കാതെ ഫോട്ടോ നമുക്ക് വീഡിയോ മാത്രമായില്ല. ഫോട്ടോ എടുക്കുന്നില്ല. ആ മുന്തിരി എടുത്ത് അതിന്റെ പുറകെ നിങ്ങൾ അവിടെ നിന്നോ. കറക്റ്റ് നല്ല രസമുണ്ട് അവിടെ നിന്നോ. പോവാം. ബൈ. അപ്പൊ അങ്ങനെ എന്റെ മുന്തിരിത്തോട്ടത്തിലുള്ള ഫോട്ടോ എടുക്കാനുള്ള ആഗ്രഹങ്ങളൊക്കെ തീർന്നു. വീഡിയോ എടുത്തു, റീൽസ് എടുത്തു. എനിക്കിപ്പോ നെറ്റ് ഉണ്ടായിരുന്നെങ്കിൽ അവിടെ വെച്ച് തന്നെ റീൽസ് എടുക്കായിരുന്നു. ആ പാട്ടിനോട് ചേർന്നു. നെറ്റും ഇല്ല, നെറ്റിന്റെ എന്റെ ഫോണിലല്ല, എന്റെ ഇൻസ്റ്റാഗ്രാമിന്റെ. സെയിം കാലല്ലേ. അങ്ങനെ ഞങ്ങള് കമ്പം തേനി അല്ലേ അവിടെ എത്തിയേ. കമ്പം തേനി പോണ വഴിയാണ് കേട്ടോ. ജെനീസ് ഗാർഡൻ, ഗ്രേപ്പ് ഗാർഡൻ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളിപ്പോ കണ്ടു. അങ്ങനെ ഞങ്ങളുടെ മുന്തിരിത്തോട്ടം കാണാനുള്ള ആഗ്രഹം, എന്റെ കുറെ നാളത്തെ ആഗ്രഹമായിരുന്നു, അതോടെ തീർന്നു. അപ്പൊ ഞങ്ങൾ തിരിച്ചു പോവാണേ. വിശന്നു തുടങ്ങി. ഇനി ചെന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് അവിടെ ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്നൊന്നും പുറത്തുനിന്നും കഴിച്ചില്ല. നേരെ ഞങ്ങൾ റൂമെടുത്ത് റിസോർട്ടിലോട്ട് പോകണം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. അത് കഴിഞ്ഞിട്ട് സ്വിമ്മിംഗ് പൂളിൽ ചാടാൻ, അതിന് വേണ്ടിയിട്ടുള്ള പോക്കാണ്. പിള്ളേർ കാത്തിരിക്കണം സ്വിമ്മിംഗ് പൂളിൽ ചാടാൻ വേണ്ടിയിട്ട്. നമ്മുടെ KSRTC ഇത് തമിഴ്നാടല്ലത്, കേരളം. അങ്ങനെ ഞങ്ങൾ കേരളത്തിലോട്ട് തിരിച്ചെത്തി. ഇനിയിപ്പോൾ റിസോർട്ടിലോട്ട് പോവാണ്. അവിടെ ചെന്നിട്ട് ഇനി സ്വിമ്മിംഗ് പൂളിൽ ചാട്ടം കഴിഞ്ഞിട്ട് വേണം തിരിച്ചു പോകാനായിട്ട് മൂന്നാറിലോട്ട്.